ഒക്കെ വരുന്നത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോൾ ഡോക്ടർ ജിൻഡോ, അതുപോലെ ഷെരീഫ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഒരു കുറച്ച് ദിവസമായി എന്ന് പറയണു, നമുക്കത് ശ്രദ്ധിക്കാമെന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇത് ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അത്രേ ഉള്ളൂ. അല്ല, അതങ്ങനെയല്ല. ഇപ്പം എൻ്റെ മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിന് മറുപടി ഞാൻ പറയണ്ടേ? പൊതുസമൂഹത്തിന് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പം എൻ്റെ മക്കള് തെറ്റ് ചെയ്തത് ഞാൻ അറിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. അറിഞ്ഞിപ്പോൾ അവർ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കരുതിയല്ലേ? അത് നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. അല്ലല്ല, ഗോപാലകൃഷ്ണനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധങ്ങളൊന്നും എനിക്കില്ല. പുള്ളിനെ വല്ലപ്പോഴും എനിക്ക് ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ ഒരു ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. അവസാനം ഇത് ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്ത് ഇയാളുടെ പടം നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പരിചയം കണ്ടിട്ടുള്ള ആളാണ് എന്നല്ലാതെ അയാളല്ല പറഞ്ഞത്. ഞാനൊരു പൊതുവേദിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്, സ്നേഹപൂർവ്വം പറഞ്ഞതാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ടീച്ചർ ശ്രദ്ധിക്കണം, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അപ്പോൾ തകരരുത്. അതെ അതെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട, അതും ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയായി ബന്ധപ്പെട്ട ആ വിഷയവും അതിനോട് ചേർന്നുള്ള കുറേ സംഭവ വികാസങ്ങളും കേരള സമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നിയമപരമായി ഊരിപ്പോരാൻ പറ്റാത്തൊരു ഊരാക്കുടുക്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനം ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ നിയമസഭയ്ക്കകത്തും നിരായുധരായിട്ട് നിൽക്കുന്നു. മറ്റ് മാധ്യമങ്ങൾക്കകത്താണെങ്കിലും ഒന്നും വിട്ടു പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മറയിടാൻ വേണ്ടി, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരാൻ വേണ്ടി ഉള്ളതായിരിക്കാം. അല്ല, ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഒരു പുരുഷനപ്പുറത്ത് വേണമല്ലോ, എന്നല്ലാണ്ട് അതിനൊരു പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതത്രേ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് സംസാരിക്കും, ഇനിയും സംസാരിക്കും, എന്നും സംസാരിക്കാറുണ്ട്, ഇതിന് ശേഷവും സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ മക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. എല്ലാം നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിൻ്റെ സൈറ്റും ഒക്കെ നമുക്ക് കിട്ടാവുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സൈബർ അധിക്ഷേപത്തിൽ വ്യക്തിഹത്യയിൽ നിയമനടപടി മുന്നോട്ട് പോവുകയാണ് KJ ഷൈൻ ടീച്ചർ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.